BJP-യിലേക്ക് നിരവധി ആൾക്കാരെ ഇനിയും കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് പത്മജ സ്വീകരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ആരൊക്കെയാണ് വരാനിരിക്കുന്നവർ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും അവർ നൽകിയിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ NDA തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് പത്മജ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കെ മുരളീധരനെ കോൺഗ്രസ് തന്നെ കുളിപ്പിച്ച് കിടത്തുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സ്വന്തം സഹോദരനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതേ വലിയ തോതിൽ തന്നെയാണ് മാധ്യമ ശ്രദ്ധ നേടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു അവർ ഇക്കാര്യം പറഞ്ഞത്. സഹോദരൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം സഹതാപമാണ് തനിക്കുള്ളത്. മുരളീധരൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വബുദ്ധി വരാനായി കുറച്ച് സമയമെടുക്കുമെന്നും പത്മജ ചൂണ്ടിക്കാട്ടി. അത് കഴിഞ്ഞാൽ അദ്ദേഹവും മറ്റു മാർഗമൊന്നും തന്നെ ഇല്ലാതെ BJP-യിലേക്ക് വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പത്മജ. മുരളീധരന് വേണ്ടി BJP-യിലേക്ക് ഒരു പരവതാനി താൻ കൂടി വിരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരൻ്റെ അടുത്ത് വളരെ സിമ്പതിയാണ് തനിക്കുള്ളത്. കോൺഗ്രസ്സുകാർ ആ പാവത്തെ ഇപ്പോൾ കൊണ്ടുപോയി കുളിപ്പിച്ച് കിടത്തിക്കോളും. കാരണം തന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുന്നത്. ആള് പാവമാണ്. ആ വടകരയിൽ നിന്നാൽ ജയിച്ചു പോയേനെയായിരുന്നു. ഇന്നലെ വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കരുണാകരൻ്റെ മക്കളെ ആർക്കും വേണ്ട. അതിൽ ആദ്യം തന്നെ പുറത്താക്കി, എങ്ങനെയൊക്കെയോ ഓടിച്ചു വിട്ടു. അവർ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. പക്ഷേ തനിക്കിപ്പോൾ എന്തുമാത്രം സമാധാനമുണ്ടെന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. അതറിഞ്ഞാൽ അവരുടെ കൂടി ബോധം പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. എന്നാൽ മുരളീധരൻ്റെ കാര്യത്തിലാകട്ടെ ഒരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് പതിയെ മാത്രമേ ബുദ്ധിയെത്തൂ. കുറച്ചുകൂടി സമയമെടുക്കും. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മറ്റു നിവൃത്തിയൊന്നും തന്നെ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് തന്നെ പോരും. തൻ്റെ സഹോദരനായിരുന്നാലും എന്തായിരുന്നാലും നശിക്കുന്നത് കാണാൻ തനിക്ക് ആഗ്രഹമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും താനിവിടെ ഒരുക്കും. ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പലരും ഇതിനോടകം തന്നെ പിന്മാറിക്കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇല്ലെന്ന് അവർ എന്നോട് തന്നെ പറഞ്ഞു. തനിക്ക് അവിടെയൊക്കെ വളരെ അടുത്ത ബന്ധമാണ് വ്യക്തിപരമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. തൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും നിരവധി ആളുകളെ താൻ തന്നെ കൊണ്ടുവന്നിരിക്കുമെന്നും BJP-യുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും പത്മജ എടുത്തു പറയുന്നു. ഇതിനുള്ള കാരണമായി പത്മജ പറയുന്നത് മറ്റൊന്നുമല്ല. അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം തനിക്കും കിട്ടിയിട്ടുണ്ട്. കൂടെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് അതിലൂന്നി തന്നെ ആയിരിക്കും ഇനിയും പ്രവർത്തനമുള്ളതെന്നും ഒപ്പം വരുന്നവരെ ഒപ്പം ചേർത്ത് നിർത്തി തന്നെ ഒരുമിച്ച് വളരാനുള്ളൊരു ശ്രമം തന്നെയാണ് പത്മജ ഇപ്പോൾ BJP-യിൽ ചേർന്നതിന് ശേഷം നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണി അതുപോലെ K കരുണാകരൻ എന്നിവരുടെ മക്കളാണ് നിലവിൽ കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലേക്ക് എത്തിയത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങളാണ് ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഇത് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. AK ആന്റണിയുടെ മകനായ അനിൽ ആന്റണി, കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ എന്നിവർ തന്നെ കോൺഗ്രസിൻ്റെ നെടുന്തൂണായി മാറുകയാണ് ചെയ്യുന്നത്. ഇനിയും നിരവധി മുഖ്യമന്ത്രിമാരുടെ മക്കൾ എത്തുമെന്നുള്ള ഒരു വെല്ലുവിളി, ഒരു പ്രഖ്യാപനം പത്മജ തന്നെ നടത്തുമ്പോൾ അതാരായിരിക്കുമെന്നുള്ള ഒരു കൗതുകം അത് ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അങ്ങനെ ആ കൗതുകം നിലനിർത്തിപ്പോരുന്ന ഒരു പ്രസ്താവന തന്നെയാണ് പത്മജ നടത്തിയിരിക്കുന്നത്. BJP പ്രവേശനം നടത്തിയതിന് പിന്നാലെ തിരുവനന്തപുരത്ത് 3 കോൺഗ്രസ് നേതാക്കൾ കൂടി BJP-യിലേക്ക് എത്തിച്ചേർന്ന വാർത്ത പുറത്തു വന്നിരുന്നു. BJP ആകട്ടെ കേരള ഘടകം വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവരെയൊക്കെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ, അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല CPM-ൽ നിന്നും BJP-യിലേക്ക് ചേക്കേറുമെന്ന സൂചന നേരത്തെ സംസ്ഥാന അധ്യക്ഷനും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന് കൂടുതൽ ഊന്നൽ പകരുന്നത് തന്നെയാണ് പത്മജയുടെ പ്രസ്താവനയും.